നമസ്കാരം. വില തുച്ഛം ഗുണം മെച്ചം എന്നതാണ് കച്ചവട മുദ്രാവാക്യം. വില പോലെ ഗുണവും തുച്ഛമാണെന്ന് ചൈനീസ് ഉൽപ്പന്നങ്ങൾ ലോകത്തെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞു. മെയ്ഡ് ഇൻ ചൈന എന്ന പേരിൽ എന്ത് ചവറും ഇനി വിറ്റഴിക്കാനാവില്ല ചൈനയ്ക്ക്. ഗുണമേന്മയുടെ കാര്യത്തിൽ യൂറോപ്പ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവില്ല. മൂന്നാം ലോക രാജ്യത്ത് രണ്ടാംകിട ഉൽപ്പന്നങ്ങൾ വിറ്റ് വിപണി കീഴടക്കിയ ചൈനയ്ക്ക് യൂറോപ്പിൽ നിന്നും വൻ തിരിച്ചടിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കൃത്യമായ ഗുണനിലവാരവും മാനദണ്ഡവുമുള്ള യൂറോപ്യൻ മാർക്കറ്റിൽ നിന്ന് ചൈനീസ് ഉൽപ്പന്നങ്ങൾ പുറന്തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ആഗോള കുത്തക ഇന്ത്യ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു. ചൈനീസ് ഉൽപ്പന്നങ്ങൾ ആഗോള വിപണിയിൽ നിന്ന് പുറത്താകുമ്പോൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് സ്വീകാര്യത ഏറുകയാണ്. ബീഹാറിലെ ബൂട്ടുകൾ റഷ്യൻ സൈന്യത്തിന്റെ കാലുകാക്കുന്നു. അമൂലിന്റെ നാവൂറും രുചികൾ അമേരിക്ക ഉൾപ്പെടെ ലോകമെങ്ങും ഹരമാകുന്നു. ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ ആഗോള കുത്തക ചൈനയിൽ നിന്നും ജപ്പാനിൽ നിന്നും ഇന്ത്യ കൈയടക്കിക്കൊണ്ടിരിക്കുന്നു. സൈക്കിൾ മുതൽ ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോം വരെ ലോകത്തിന് നൽകി ഇന്ത്യൻ നിർമ്മാണ മേഖല വൻ കുതിപ്പിലാണ്. ആഗോള വിപണിയിലെ ചൈനീസ് ആധിപത്യത്തിന് അന്ത്യമായി കഴിഞ്ഞു. മെയ്ഡ് ഇൻ ചൈനയുടെ കാലമൊക്കെ കഴിഞ്ഞു. ഇനി മെയ്ഡ് ഇൻ ഇന്ത്യയുടെ കാലമാണ്. ലോക വിപണിയിൽ മെയ്ഡ് ഇൻ ഇന്ത്യയുടെ ആധിപത്യം ഒരു യാഥാർത്ഥ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ ബ്രാൻഡുകൾക്ക് ആഗോള കമ്പോളത്തിൽ പ്രിയമേറുകയാണ്. 2014 സെപ്റ്റംബർ 25-നാണ് കേന്ദ്ര സർക്കാർ മേക്കിംഗ് ഇന്ത്യ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. 10 വർഷത്തിനിപ്പുറം ഇന്ത്യൻ ഉൽപാദന മേഖലയുടെ കുതിപ്പ് ലോകം മുഴുവൻ വീക്ഷിക്കുകയാണ്. ഇന്ന് മൊബൈൽ ഫോൺ മുതൽ പ്രതിരോധ സാമഗ്രികൾ വരെ കയറ്റുമതി ചെയ്യുന്ന കാഴ്ചയാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം ഇന്ത്യയെ ആഗോള രൂപകൽപ്പന, നിർമ്മാണ ഹബ്ബാക്കി മാറ്റുക എന്നിവയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ലോകത്തിലെ ഏറ്റവും ശക്തമായ സമ്പദ് വ്യവസ്ഥയായി മാറാനുള്ള പ്രയാണത്തിന് കരുത്തു പകരുന്നത് ഇത്തരം പദ്ധതികളാണ്. 2014 മുൻപ് ഇന്ത്യയുടെ വളർച്ച സേവന മേഖലയെ ലക്ഷ്യം വെച്ചായിരുന്നു. ഈ സമീപനം ഹ്രസ്വകാലത്തേക്ക് ഫലം കണ്ടു. ഇന്ത്യയുടെ IT, BPO മേഖലയിൽ വലിയ കുതിച്ചുചാട്ടമുണ്ടായി. ഇന്ത്യയെ പലപ്പോഴും ലോകത്തിന്റെ ബാക്ക് ഓഫീസ് എന്ന് വിളിക്കുകയും ചെയ്തു. 2013 ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ സേവന മേഖലയുടെ വിഹിതം 57% ഉയർന്നെങ്കിലും അതിൽ തൊഴിൽ വിഹിതത്തിന് 28% മാത്രമാണ് സംഭാവന ചെയ്യാൻ കഴിഞ്ഞത്. അതിനാൽ തൊഴിൽ വർദ്ധിപ്പിക്കുന്നതിന് ഉൽപാദന മേഖല ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. ഈ തിരിച്ചറിവാണ് മേക്കിംഗ് ഇന്ത്യ പദ്ധതിക്ക് കാരണമായത്. ആഭ്യന്തര ഉൽപാദന മേഖലയെ ഉത്തേജിപ്പിക്കാനും രാജ്യത്തേക്കുള്ള നിക്ഷേപം വർദ്ധിപ്പിക്കുവാനും ലക്ഷ്യമിട്ട് 2014 ആരംഭിച്ച പദ്ധതിയാണ് മേക്കിംഗ് ഇന്ത്യ. രാജ്യത്തിന്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് സൂചിക മെച്ചപ്പെടുത്തുന്നതിലൂടെ വിദേശ സംരംഭകരെ രാജ്യത്തേക്ക് ആകർഷിക്കുകയും ഇന്ത്യയെ ക്രമേണ ഒരു ആഗോള ഉൽപാദന കേന്ദ്രമാക്കി വികസിപ്പിക്കുകയും രാജ്യത്തെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ദീർഘകാല ലക്ഷ്യം. ആഗോള വിപണി ചൈനയിൽ നിന്നും ഇന്ത്യ കൈയടക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ചൈനയുടെ കുത്തകയായ സെമി കണ്ടക്ടർ മേഖലയിൽ വൻ മാറ്റമാണ് ഇനി ഇന്ത്യ കൊണ്ടുവരാൻ പോകുന്നത്. അതിനുള്ള പദ്ധതികൾ നിലവിൽ ആവിഷ്കരിച്ചു കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.